ഏപ്രിൽ മാസം 10-ാം തീയതി 3 മലയാള സിനിമകൾ ഇറങ്ങുന്നു. ഒന്നാമത്തേത് ജിങ്കാന, രണ്ടാമത്തേത് ബസൂക്ക, മൂന്നാമത്തേത് മരണമാസ്, പിന്നെ പോയിട്ട് ഒരു തമിഴ് പടം കൂടെ ഇറങ്ങുന്നു. അജയ്യുടെ ഏതോ വയതിസ് കൊലവെറിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പടം. എന്താണ് മലയാളികൾ ഈ 4 പടങ്ങളും ഒന്നാമത്തേതോ രണ്ടാമത്തെ ദിവസം തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? എന്താണ് മലയാളികൾ നന്നാകാത്തത്? എന്തുകൊണ്ടാണ് മലയാളികൾ വാർത്തയുടെ അല്ലെങ്കിൽ അറിവിന്റെ ലോകത്ത് നിന്ന് സിനിമയുടെ എന്റർടൈൻമെന്റ് ലോകത്തിലേക്ക് മാറുന്നതിന്റെ കാരണങ്ങൾ? അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബസൂക്കിയും ഈ പറയുന്ന ആലപ്പുഴ ജിങ്കാനയും മരണമാസം എന്ന് പറയുന്ന പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ മലയാളികൾ എല്ലാ പടം പോയി അങ്ങ് കാണുകയാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങി 2-3 ദിവസം കൊണ്ട് തന്നെ 10-300 കോടി രൂപ അങ്ങ് അടിച്ചെടുക്കുകയാണ്. എന്താണ് ഈ മലയാളികൾക്ക് ഈ പടം മുഴുവൻ ഇങ്ങനെ കണ്ടിട്ട് എന്ത് ഉലക്കിയുടെ മൂടാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ഇപ്പം ഈ നിമിഷം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ എസ്കേപ്പിനുള്ള ഒരു അല്ലെങ്കിൽ ഈ ഇത്രയും രീതിയിലുള്ള ഒരു അഡിക്ഷന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ എസ്കേപ്പിന് വേണ്ടിയിട്ടാണ് മലയാളികൾ ഇത്രയധികം സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സ്ട്രെസ് അവർ അനുഭവിക്കുന്നു, ഒരുപാട് രീതിയിലുള്ള വേദനകൾ അവർ അനുഭവിക്കുന്നു. ഈ വേദനകളിൽ നിന്നെല്ലാം ഒരു ഒളിച്ചോട്ടം. അതാണോ നിങ്ങൾ ഇത്രയധികം സിനിമകൾക്ക് അഡിക്റ്റ് ആകാനുള്ള ഒന്നാമത്തെ റീസൺ? രണ്ടാമത്തെ റീസൺ എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു ഡോപ്പമിൻ ഹിറ്റാണ്, ഡോപ്പമിൻ റിലീസ്. മറ്റു ചില കുലിസിത പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ റിലീസ് നിങ്ങൾക്ക് ഈ സിനിമകൾ കാണുന്നതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണോ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയി പടം കാണുന്നത്? അല്ലെങ്കിൽ ഒരു ദിവസം ഇറങ്ങിയ 4 പടങ്ങൾ ഒറ്റയടിക്ക് പോയിട്ട് രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെ ഈ പടം കണ്ട് നടക്കേണ്ട കാര്യം എന്താണ് മലയാളികൾക്കുള്ളത്? ഇത് ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഈ സ്ട്രെസ് മാറ്റാൻ വേണ്ടി നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നു, എന്നിട്ട് എന്താണ് നിങ്ങൾ അവസാനം വരുത്തി വെക്കുന്നത്? നിങ്ങൾക്ക് മെന്റൽ ആൻഡ് ഇമോഷണൽ ഇഷ്യൂസ് ആണ് നിങ്ങൾ വരുത്തി വെക്കുന്നത് ഈ സിനിമയ്ക്ക് ഇങ്ങനെ അഡിക്റ്റ് ആയതിന്റെ റീസൺ കൊണ്ട്. എന്താണ് ഇമോഷണൽ അഡിക്റ്റ്? നിങ്ങൾ ഇപ്പോൾ വേറെ ഏതോ ഒരു ലോകത്ത് അങ്ങ് ജീവിച്ചു പോകുന്നത്. ജോർജ് കുട്ടീനെ പോലെ, ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ മോഹൻലാലൊക്കെ ഒരു സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ പുറകിൽ ഒളിച്ചു കടത്തപ്പെടുമ്പോൾ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിലൂടെ സിനിമാക്കാർക്ക് എന്താ വേണ്ടത്? കൂടുതൽ ആൾക്കാർ എപ്പോഴും സിനിമ കണ്ടുകൊണ്ടേയിരിക്കണം, റൈറ്റ്? സോ ആ ഒരു കൂടുതൽ സിനിമാ വ്യവസായം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ദൃശ്യം എന്ന സിനിമയിൽ ശ്രീ ജോർജ് കുട്ടി ഇങ്ങനെ പറയുന്നത്. ഞാൻ പത്രമൊന്നും വായിക്കാറില്ല, കാരണം അവർക്ക് എന്താ, പത്രം വായിച്ച് ബുദ്ധി കൂടുന്നത് അവർക്ക് സിനിമാക്കാർക്ക് അത് നെഗറ്റീവായിട്ട് വരും. അപ്പം പത്രമൊന്നും വായിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? സിനിമ തന്നെ പോയി കാണണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു 4-ാം ക്ലാസ്സുകാരനായ എനിക്ക് ഇത്രയധികം നോളജ് ലഭിക്കാൻ കാരണം ഒരാളെ കൊന്നിട്ടും ആ കൊല മറയ്ക്കാൻ എന്നെ പ്രേരിതമാക്കിയത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചത് സിനിമയാണ്. എന്നെ ഒരു കൊലപാതക പ്രക്രിയ മറയ്ക്കാൻ ഉള്ള ബുദ്ധി എനിക്ക് കിട്ടിയത് സിനിമയിൽ നിന്നാണ് എന്നാണ് ജോർജ് കുട്ടി പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ ദൃശ്യം 2 ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരിങ്ങനെ കുറെ സിനിമ എടുക്കാനാന്ന് പറഞ്ഞിട്ട് കുറെ കുറ്റം എങ്ങനെയൊക്കെ ചെയ്യാം, അതെങ്ങനെയൊക്കെ മറക്കപ്പെടാം, കുറ്റം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എന്താണ് എന്നൊക്കെയല്ലേ ദൃശ്യം 2-ലും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊരു ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ സിനിമയ്ക്ക് അഡിക്റ്റ് ആയിട്ട് കുറ്റകൃത്യങ്ങളിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മാർക്കോ എന്ന് പറഞ്ഞ ഒരു പടം, ഇത്രയും ഭീകരമായിട്ട് വയലൻസ് ഉള്ള ഒരു പടം ഇറങ്ങിയതിനു ശേഷം കേരളത്തിലെ എത്രയധികം കൊലപാതകങ്ങളാണ് നടക്കുന്നത്, എത്രയധികം ആത്മഹത്യകളാണ് നടക്കുന്നത്, എത്രയധികം നിഷ്ഠൂരമായ പീഡനങ്ങളാണ് നടക്കുന്നത്. ഇതിനെല്ലാം ഒരേ ഒരു കാരണം മാർക്കോ എന്ന് പറഞ്ഞ സിനിമയല്ല എന്ന് കേരളത്തിൽ അരിയാഹാരം ഭക്ഷിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും മലയാളികൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്ന മലയാളി ഉണ്ടെങ്കിൽ അവൻ മലയാളിയല്ല, അവൻ വെറും കൊലയാളിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സിനിമയെല്ലാം കണ്ട് മറ്റേതോ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ സംസ്ഥാനമായി അല്ലെങ്കിൽ അവരുടെ ഒരു വികസന കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണ്. കേരളം ഒരു ഭ്രാന്താലയമായി മാറിയിട്ടുണ്ട്. ഈ സിനിമ അഡിക്ഷന്റെ റീസൺ 2K കിഡ്സ്, കൊലപാതക കിഡ്സ് എന്ന് പറയപ്പെടേണ്ടതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം ഞാൻ പറയുന്നത് ഈ സമൂഹത്തെയാണ്. ഈ പറയുന്ന തന്തവൈബുള്ള ആൾക്കാർ തന്നെയാണ് ഇതുപോലത്തെ പടങ്ങൾ എടുത്തു വെക്കുന്നത്. കഞ്ചാവടിച്ചും മയക്കുമരുന്നടിച്ചും ഓരോ പടങ്ങൾ ഇങ്ങനെ എഴുതി ഓരോന്ന് കുറെ ഉണ്ടാക്കി കുറെ ക്രിയേറ്റിവിറ്റി എല്ലാം തലയിലേക്ക് വലിച്ചു പറ്റി കയറ്റിയതിനു ശേഷം ആൾക്കാരുടെ എന്താ പറയണ്ടേ, ഇതൊക്കെ ഇങ്ങനെ വലിച്ചു പൊളിക്കുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2 ആൾക്കാർ അവിടെ 10 പേരെ വെട്ടിക്കൊന്നതിന് ആ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കുറ്റം പറയേണ്ടതും ജയിലിലടക്കേണ്ടതും ഈ സമൂഹത്തെ മുഴുവനോടെയാണ്. കേരളത്തെ മുഴുവൻ ജയിലിൽ അടയ്ക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. സോ ഗൈസ്, നിങ്ങൾ തന്നെ തീരുമാനിക്കുക.
ഈ ഇറങ്ങിയിരിക്കുന്ന 4 പടങ്ങൾ കാണുന്നത് കൊണ്ട് എനിക്ക് എന്ത് ലാഭമാണുള്ളത്? എന്റെ മെന്റൽ സ്റ്റേറ്റ് തകരാറിലാകും. ഞാനൊരു മൃഗമായി മാറും. അതുകൊണ്ട് ഇനി മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ പോലും നമ്മൾ കാണില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. പത്രം വായിച്ച് ഒരുപാട് നോളജ് കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾ കാണും. യൂട്യൂബിനകത്ത് എന്തെങ്കിലും നോളജ് കിട്ടുന്നത് ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നോളജാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള നോളജ് ഫുൾ ആയിട്ടുള്ളതും ഉള്ള വീഡിയോ കാണുക. എന്റർടൈൻമെന്റ് കുറയ്ക്കുക. പണിയെടുത്ത് ജീവിക്കാൻ പഠിക്കുക. ഇക്കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷുദിനത്തിൽ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നല്ല വ്യക്തിയായിട്ട് ജീവിക്കാം. അതുകൊണ്ട് പടം കാണുന്നത് നിർത്തുക. മലയാള സിനിമയെ രക്ഷിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം കൊഞ്ഞാട്ടയാകാനാണ് പോകുന്നത്. ആ ഒരു സത്യം മനസ്സിൽ